അങ്ങനെ നമ്മുടെ വെജിറ്റേറിയൻ ചിക്കൻ കുർമ റെഡി ആയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ജിജോസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ചിക്കൻ ഇല്ലാതെ എങ്ങനെ ഒരു ചിക്കൻ കുർമ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് പോയി കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്, അത് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയെന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 150 ഗ്രാം സോയ ചങ്ക്സ് ആണ്. അത് ഞാൻ ചെറിയ ചങ്ക്സാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് വലുതെടുക്കാം, വലുതെടുത്താൽ മുറിച്ചിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. അത് ആദ്യം നമുക്കതൊന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. ചൂടുവെള്ളത്തിനകത്ത്, തിളച്ച വെള്ളത്തിനകത്താണ് അത് കുതിർത്തെടുക്കുന്നത്. അതിനകത്തൊരു 10-15 മിനിറ്റ് ഇട്ടാൽ മതി. അത് കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയിട്ട് തണുത്ത് കഴിയുമ്പോൾ അത് നല്ലപോലെ വെള്ളം പിഴിഞ്ഞെടുത്ത് വേണം നമുക്കത് ചെയ്യാൻ. അപ്പോൾ ഞാനത് വെള്ളം ഊറ്റി അത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം ഒട്ടുമില്ലാതെ പിഴിഞ്ഞെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളച്ചോവ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനതെല്ലാം പിഴിഞ്ഞെടുത്ത് വെച്ചേക്കാണ്. ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം സാധാരണ നമുക്ക് അല്ലാതെയും ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യുന്ന വേറെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് ആവശ്യത്തിന് ഒരു ലേശം ഉപ്പിട്ടു. അതുപോലെ തന്നെ നമ്മളിവിടെ ചിക്കൻ ഫ്ലേവറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ചില ചിക്കൻ മസാല, ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലേശം കുരുമുളക് പൊടി. ഇത് 3 ഐറ്റം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതൊന്ന് 5 മിനിറ്റ് വെക്കാൻ വെച്ചിട്ട് നമുക്ക് ഒരു തവ വെച്ചിട്ട് നമുക്കത് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ അതിന് ഇനി ഒരു തവ എടുത്ത് ഞാൻ അതിനകത്ത് ഇച്ചിരി ഓയിലെടുത്തു. ആ ഓയിലൊന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേന് ഈ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന, അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ സോയ ചങ്ക്സ് ഒന്ന് കുറച്ച് ഓയിൽ മതി അതിനകത്തൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ എന്തെങ്കിലും വെള്ളമയോ വല്ല എന്തിനകത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് അതുപോലെ തന്നെ ചെറിയൊരു കാര്യം ചെയ്യുന്നത്, നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. ഞാൻ ഇതിനകത്തൊരു ഒരു മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒഴിവാക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ. ഇത് ചിക്കൻ ഫ്ലേവർ ആയതുകൊണ്ടാണ് അതിനെ മുട്ട ഇടുന്നത്. അത് നമ്മളൊരു ബീഫിൻ്റെ ഫ്ലേവറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബീഫിൻ്റെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും മുട്ട ഇടരുത്. അത് നിങ്ങൾ ഓപ്ഷനിലാണ്, പ്രത്യേകം പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചിക്കി അതൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ അത് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ മഞ്ഞൾ പൊടി ചെറിയ ഒരു സ്പൂണ്, അതായത് ഒരു ടീസ്പൂണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്. മുളക് പൊടി, അത് നല്ല മുളക് പൊടി 1 ടേബിൾ സ്പൂണ്. ചിക്കൻ മസാല അത് 1.5 ടേബിൾ സ്പൂണ്. കുരുമുളക് പൊടി 3/4 ടേബിൾ സ്പൂണ്. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല, അതും 1 ടേബിൾ സ്പൂണ്. ഇത്രയും മസാലകളാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കൊന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കും. കടുക് പൊട്ടി കഴിയുമ്പം നമ്മുടെ സവോള ഇട്ട് വഴറ്റുക. സവോള നല്ലവണ്ണം വഴന്ന് സോട്ടായി കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് മറ്റ് മസാലകളെല്ലാം കൂടെ ചേർത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പം വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് ടിപ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എളുപ്പം വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സവോള ഒരു 1/4 വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മസാലകളും എല്ലാം നമുക്ക് കൂട്ടിയെടുക്കാം. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതങ്ങനെ കൂട്ടി ആഡ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അത് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾ പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി, അതൊന്ന് ഇട്ട് മഞ്ഞൾ പൊടിയുടെ കുത്തലൊന്ന് മാറിക്കഴിയുമ്പം ബാക്കി എടുത്ത് വെച്ചേക്കുന്ന മസാലകൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാല എല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ചൂട് ഒത്തിരി കൂടി പോകരുത്, തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. മസാല കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ മസാല എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് ആ എണ്ണക്കകത്ത് കിടന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സോയ ചങ്ക്സ് അത് ഇവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അത് നല്ലോണം മിക്സ് ചെയ്ത് അതിൽ അതൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഒരു ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതിനകത്ത് മസാലയ്ക്കകത്ത് ആ ചങ്ക്സൊക്കെ ഒന്ന് പിടിക്കുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മതി, ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ സോയ ചങ്ക്സ് എല്ലാം അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം പിടിച്ചിട്ട് നല്ല ഇതിൽ വരും. അതൊന്ന് ആ വെള്ളം നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ എടുത്തേക്ക് 1 പാലാണ്. ഞങ്ങൾക്കിവിടെ ടിന്നിലാണ് കിട്ടുന്നത്, അതുകൊണ്ട് ആ ടിൻ പാലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾ 1 പാൽ, തലപ്പാലെന്ന് പറയും, 1 പാൽ ചേർക്കുക. അത് 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് നല്ലവണ്ണം കുറുക്കിയെടുക്കുക. പിന്നെ അടുപ്പത്ത് വെച്ച് മീഡിയം തീയിൽ വേണം നമുക്ക് ചെയ്യാൻ. ഇപ്പം കണ്ടാൽ നമ്മൾ നല്ലപോലെ അത് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വേണമെങ്കിൽ അപ്പത്തിനൊക്കെ കറിയായിട്ട് എടുക്കാം. അതല്ല, ഞാനിപ്പോൾ ഇച്ചിരൂടെ ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ടിയവർക്ക് ഇപ്പം നമുക്കത് വാങ്ങിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. അത് നിങ്ങളുടെ എന്ത് പർപ്പസിനാണ് നിങ്ങൾ കറി വെക്കുന്നതെന്നുള്ളതിൽ. അപ്പോൾ ഇപ്പം ഞാനത് എടുക്കാനുള്ള പരിപാടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ നല്ല സാധനമാണ്, ചോറിൻ്റെ കൂടെ കൂട്ടാം ഇച്ചിരി ഡ്രൈ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സാധനമാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. ബീഫിൻ്റെ ഫ്ലേവറിലാണെങ്കിൽ നമ്മൾ ബീഫ് കറി തോറ്റ് വന്ന് ബീഫ് റോസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും ബായ്.